ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സെല്ലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ചമ്മയും സച്ചിയും കൂടി അവിടെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് അച്ചമ്മയെ വണ്ടി കയറ്റിയൊക്കെ വിട്ടു നമ്മുടെ സച്ചി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ചന്ദ്ര ചുമ്മാ ഇരുന്ന് ചിരിക്കും കേട്ടോ, സന്തോഷം കൊണ്ട്. സന്തോഷം അടക്കാൻ മേലാതെ. അപ്പോഴാണ് സുധി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. സുധി ഇറങ്ങി വന്ന സമയത്ത് ചന്ദ്രമതി ഭയങ്കര ചിരിയും തുള്ളലും. അപ്പം അമ്മ എന്തായി കാണിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അമ്മയെന്നും പറഞ്ഞു വന്നു സുധിമോൻ. നമ്മൾ രക്ഷപ്പെട്ടല്ലേ അമ്മേ? തൽക്കാലം രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് അമ്മ ഇരുന്നിങ്ങനെ ചിരിക്കുക. ഞാൻ പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. അത് ഗോൾഡ് കവറിങ് ആഭരണമാണെന്ന് അച്ചമ്മ തിരിച്ചറിയുമെന്നാണ് ഞാൻ ഭയന്നത്. അച്ചമ്മയ്ക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് മോൻ അമ്മയോട് പറയുമ്പോൾ അമ്മ ഇരുന്ന് അങ്ങ് അട്ടഹസിക്കുക. അമ്മേ, ആ ആഭരണങ്ങൾ ഇട്ടപ്പോൾ രേവതിയുടെ ഒരു ഗമ അമ്മ കണ്ടില്ലേന്ന് ചോദിച്ചു. എനിക്കാണെങ്കിൽ ചിരിയാ വന്നതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുക. എന്തൊരു മണ്ടി അവള്. അപ്പോൾ അവളുടെ കെട്ടിയവനും മണ്ടൻ, രണ്ടിനും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പിന്നെ അമ്മേ, രേവതി ആ ആഭരണങ്ങൾ ഷെൽഫിൽ പൂട്ടി വെക്കും. പിന്നെ ഇനി അടുത്ത ഫംഗ്ഷനെ അത് പുറത്തെടുക്കത്തുള്ളൂ. ഇനി നമുക്ക് പേടിക്കാനില്ല, നമ്മൾ രക്ഷപ്പെട്ടമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രയിരുന്ന് സന്തോഷിക്കുക. അമ്മയ്ക്കിപ്പോൾ ആശ്വാസം ആയില്ലേ എന്ന് ചോദിച്ചു. ആശ്വാസം ആയോന്നോ എന്നും പറഞ്ഞിരിക്കും കേട്ടോ. അമ്മയ്ക്കിപ്പോൾ ശ്വാസം നേരെ വീണില്ലേ എന്ന് ചോദിച്ചപ്പം എൻ്റെ പൊന്നോ എന്നും പറഞ്ഞ് അമ്മ ഇരുന്ന് ചിരിക്കുക കേട്ടോ. മോൻ അതിനേക്കാളും വലിയ ചിരി. അങ്ങനെ അമ്മയും മോനും ചിരിച്ച് തുള്ളിച്ചാടി അങ്ങനെ ഇരിക്കുക. പോയ സച്ചി അല്ല തിരിച്ച് വന്നത്. അപ്പോഴത്തേക്കും ശ്രുതിയും കൂടെ ഇറങ്ങി വരും. വേഗം ഇറങ്ങി വാ ശ്രുതി, പെട്ടെന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ സച്ചി വന്നത് അറിയാതെ രണ്ടെണ്ണങ്ങളും കൂടെ ഇറങ്ങി ഓടുക. അപ്പോഴാണ് നമ്മുടെ സച്ചി വന്നിങ്ങനെ നിൽക്കുന്നത്. സച്ചിയെ കണ്ടപ്പോഴത്തേക്കും ശ്രുതി ഞെട്ടി. ഷോറൂമിലേക്ക് പോവുകയാണോ എന്ന് സച്ചി ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു നമ്മുടെ സച്ചി വാതിലങ്ങ് അടച്ച് കുറ്റിയിട്ടു. ദേ, നീ എന്നാടാ ഈ കാണിക്കുന്നേ? നീ എന്തിനാണ് വാതിലടച്ച് കുറ്റിയിട്ടെ? ഞങ്ങൾക്ക് പോകണമെന്ന് പറയുമ്പം കുറച്ച് സമയം ഇവിടെ നിൽക്കുക, ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് പോകണമെന്ന് പറയുമ്പോൾ കുറച്ച് നേരം ഇവിടെ നിൽക്കുക, എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു സച്ചി. എന്ത് സംസാരിക്കാൻ? അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഈ ശ്രുതിയുടെ കയ്യെ പിടിച്ച് വലിച്ചോടിങ്ങ് പോരും. അച്ഛാ എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ എടാ, നീ എന്തിനാ അച്ഛനെ വിളിക്കുന്നതെന്ന് ചോദിച്ചു ഈ ശ്രുതിയെ. അപ്പോൾ കാര്യമുണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ശ്രീകാന്ത്, വർഷേ, അമ്മേ എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിക്കുക. അപ്പോഴത്തേക്കും ശ്രുതിയെ നോക്കുക. ശ്രുതിയെയും നോക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. പറഞ്ഞുകൊണ്ട് നിൽപ്പുണ്ട് രണ്ടും കൂടി. സച്ചി ആണെങ്കിൽ ഇവനെ തുറച്ച് നോക്കുവാണ്. ഇവനാണെങ്കിൽ ബാഗൊക്കെ അങ്ങ് എറിഞ്ഞ് സമയം പോയി വേസ്റ്റ് ആക്കിയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും. അപ്പോഴേക്കും അമ്മ തമ്പുരാട്ടി ഇറങ്ങി വന്നു, അച്ഛൻ ഇറങ്ങി വന്നു, ശ്രീകാന്ത് എല്ലാവരും വന്നു. അമ്മ വെസേറ്റ് വിട്ടോ എന്ന് സച്ചിയോട് അച്ഛൻ ചോദിക്കുമ്പോൾ വിട്ടെന്ന് പറഞ്ഞു. അല്ല, എന്തിനാ ഇപ്പം എല്ലാവരോടും വരാൻ പറഞ്ഞേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പം എല്ലാവരുടെയും മുന്നിൽ വെച്ച ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അത് നിങ്ങളെല്ലാവരും മറുപടി പറയണമെന്ന് സച്ചി പറയുക. ആ സമയത്ത് അച്ഛൻ ഇങ്ങനെ നോക്കോട്ടെ എന്താണ്. അപ്പം രവിയേട്ടാ, ഇവൻ രാവിലെ തന്നെ എന്തോ പ്രശ്നം ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണെന്നാണല്ലോ തോന്നുന്നത് ചന്ദ്ര പറയുമ്പോൾ എന്താടാ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ പറയാ അച്ഛാന്ന് പറഞ്ഞു. രേവതി അതെടുത്തിട്ട് വരാൻ പറഞ്ഞു. രേവതി അത് എടുക്കാനായിട്ട് അങ്ങ് പോയി. എന്തെടുത്തോണ്ട് വരാനാടാ നീ അവളെ പറഞ്ഞു വിട്ടതെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു സച്ചി. അപ്പോൾ വരുമെന്നും പറഞ്ഞു. ചന്ദ്രയുടെ ഉള്ളിലൊരു പേടി. ആ സമയത്ത് സച്ചിയുടെ കയ്യിലേക്ക് ആഭരണപ്പെട്ടി കൊണ്ടുവന്ന് നമ്മുടെ രേവതി കൊടുത്തു. സച്ചി അത് തുറന്ന് അച്ഛൻ്റെ മുന്നിലേക്ക് വെച്ചു. ചന്ദ്രയും സുധിയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. പണിപ്പാളിയോ എന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് അച്ഛൻ സ്വർണത്തിലേക്ക് നോക്കി, ഇവരെയും നോക്കി. അപ്പം എന്താടാ ഇത്? അപ്പോൾ രേവതിയുടെ ആഭരണങ്ങൾ അച്ഛാ, അമ്മ സൂക്ഷിച്ച് വെച്ചിരുന്ന ആഭരണങ്ങളില്ലേ, അച്ഛൻ അമ്മയോട് പറഞ്ഞ് വാങ്ങിച്ചു തന്നത്, അതാണ് ഇതെന്ന കാര്യം സച്ചി പറയുമ്പോൾ ചന്ദ്രയുടെ ചങ്കിൽ നിന്നൊരു വെള്ളിടി അങ്ങ് വെട്ടി. സുധിയാണെങ്കിൽ മൂക്കും ചൊറിഞ്ഞ് ഇങ്ങനെ നിലത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അല്ല, ഇതെന്തിനിപ്പോൾ ഇവിടെ കൊണ്ടുവച്ചെന്ന് ശ്രീകാന്ത് അന്നേരം ചോദിച്ചു കേട്ടോ. അപ്പോൾ സച്ചി അവിടെ അങ്ങോട്ട് ഇരുന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അന്നേരം രേവതി, അച്ചമ്മയ്ക്ക് പിറന്നാൾ സമ്മാനമായി ഒരു സ്വർണ്ണമാല വാങ്ങിച്ചു കൊടുക്കണമെന്നായിരുന്നു സച്ചേട്ടൻ്റെ ആഗ്രഹമെന്നും കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് എൻ്റെ ആഭരണങ്ങൾ വിറ്റ് മാല വാങ്ങിക്കാമെന്ന് കരുതിയെന്നും അതിനുവേണ്ടിയാണ് അമ്മയോട് ഈ ആഭരണങ്ങളൊക്കെ വാങ്ങിച്ചു തരാനായിട്ട് ഞങ്ങൾ അച്ഛനോട് പറഞ്ഞതെന്നും രേവതി പറയുന്നു. അപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു നിങ്ങൾ അങ്ങനെ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്, അതുകൊണ്ടാണ് ഞാനത് അവളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിച്ചു തന്നതെന്ന് പറയുക രവിയേട്ടൻ. അപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുക. അല്ല, ആൻറ്റി ആഭരണങ്ങൾ തന്നല്ലോ, പിന്നെന്താ നിങ്ങളത് വിറ്റ് ചെയിൻ വാങ്ങാതിരുന്നതെന്ന് ചോദിച്ചു വർഷ. അപ്പോൾ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ സച്ചി, ദേ ഈ ആഭരണങ്ങൾ വിറ്റ് അച്ചമ്മയ്ക്ക് ചെയിൻ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ജ്വല്ലറി പോയെന്നും ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവർ പോലീസിനെ വിളിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. എന്തിനാണ് നിങ്ങൾ സ്വർണ്ണം മേടിക്കാൻ ചെന്നപ്പോൾ പോലീസിനെ വിളിക്കുന്നതെന്ന് അച്ഛൻ ചോദിക്കുക. അപ്പോൾ ഇത് സ്വർണ്ണാഭരണങ്ങളല്ല അച്ഛാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്ഛൻ നോക്കുക, സ്വർണം പൂശിയ ആഭരണങ്ങളാണ്, ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണ് ഇതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതിയും ശ്രുതിയും നടുങ്ങി. രണ്ടും കൂടി ഇങ്ങനെ വെളുത്ത് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക. ശ്രുതിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴത്തേക്ക് അച്ഛൻ ഇതെടുത്ത് ഇങ്ങനെ നോക്കി. നോക്കിയിട്ട് ഇങ്ങനെ വിലങ്ങും തിരിച്ചു മറിച്ചൊക്കെ നോക്കുക. എടാ, ഗോൾഡ് കവറിങ് ആഭരണങ്ങളോ? എന്തൊക്കെയാടാ? ഇതേ സംശയം തന്നെയായിരുന്നു അച്ഛാ ഞങ്ങൾക്കും. അപ്പോൾ അവർ ഉരച്ച് നോക്കി ഇത് സ്വർണ്ണം അല്ല എന്ന് പറഞ്ഞു അച്ഛാ. അന്ന് രേവതി അന്നേരം പറയും കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ അമ്മയെ കണ്ണ് കാണിക്കുക. അച്ഛാ, കല്യാണത്തിന് അച്ഛമ്മ അന്ന് രേവതിക്ക് കൊടുത്ത സ്വർണ്ണാഭരണങ്ങൾ ഇപ്പം എങ്ങനെ ഗോൾഡ് കവറിങ് ആഭരണങ്ങളായി? അത് അച്ഛൻ പറയാനായിട്ട്
സച്ചു പറയുക. അച്ഛൻ ഇതെടുത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ എങ്ങനെ ഗോൾഡ് കവറിങ് ആയെന്ന് എനിക്ക് അറിയണോ അച്ഛാ എന്ന് സച്ചി പറയുന്നു. പേടിച്ച് നിൽക്കുക. ഇതെന്താണ് നിങ്ങൾ ഇപ്പോൾ പറയുന്നേ? അന്നേരം ഞാനാ അച്ഛാ സച്ചേട്ടനോട് പറയണ്ടെന്ന് പറഞ്ഞ് ഇതിൻ്റെ പേരിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകും. അച്ചമ്മയുടെ പിറന്നാൾ സന്തോഷത്തോടെ നല്ല രീതിയിൽ ആഘോഷിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് അത് പറയാതിരുന്നതെന്ന കാര്യം രേവതി അച്ഛനോട് പറയുവാണ്. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുക. ശ്രുതിക്ക് കഥ അറിയാൻ പാടില്ലല്ലോ. ചന്ദ്രമതി ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കട്ടെ. ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും അച്ഛാ ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. വളരെ സമാധാനത്തോടെയാണ് എല്ലാവരെയും വിളിച്ച് എല്ലാവരോടുമായിട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഇനി അച്ഛൻ തന്നെ സംസാരിക്കാൻ പറഞ്ഞു. സ്വർണ്ണാഭരണങ്ങൾ എങ്ങനെ ഗോൾഡ് കവറിങ് ആഭരണങ്ങളായി എന്ന് അറിയണമല്ലോ എന്നും അച്ഛൻ പറയുമ്പോൾ ചന്ദ്രയുടെ നേരെ രവിയേട്ടൻ ഒന്ന് നോക്കി. ചന്ദ്ര ഇങ്ങനെ വടക്കോട്ടം നോക്കി നിൽക്കുക. ചന്ദ്ര എന്താ ഇതെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ കേട്ടത് ഞാനും കേട്ടു. എന്തിനാ എന്നോട് ചോദിക്കുന്നത് എന്ന് ചന്ദ്ര ചോദിക്കുമ്പം നീയല്ലേ രേവതിയുടെ ആഭരണങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നതെന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ നിന്നങ്ങ് ഉരുകുവാട്ടോ, പറയാൻ പറ്റുന്നില്ല. ആ സമയത്ത് അതെ അപ്പം ഇത് സ്വർണ്ണാഭരണങ്ങളല്ല ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണല്ലേ എന്ന് ചന്ദ്ര ചോദിക്കാം. ഇതെങ്ങനെ മാറി? അപ്പം അത് തന്നെയല്ലേ ഞങ്ങളും ചോദിച്ചെന്ന് സച്ചി ചന്ദ്രയോട് ചോദിക്കുക. ഏട്ടാ നന്നായി ചെക്ക് ചെയ്തോന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ചെക്ക് ചെയ്തടാ, 2 ദിവസമായിട്ട് എൻ്റെ തലയിൽ ഈ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ, ഇതെങ്ങനെ മാറി? അന്നേരം ചന്ദ്രേ നീയാണ് ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടതെന്ന് രവിയേട്ടൻ ചന്ദ്രയോട് പറയുമ്പോൾ ഞാൻ മറുപടി പറയണമെന്നോ? ഞാനെന്താ ഇപ്പോൾ പറയേണ്ടത്? എനിക്കൊന്നും അറിയാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര നിന്ന് ചുമ്മാ കള്ളം പറയുവാണേ. ഇവൾ വലിയ ശപഥമൊക്കെ ചെയ്ത് ആഭരണങ്ങളൊക്കെ എനിക്ക് ഊരി തന്നു. ഞാൻ അത് കൊണ്ടുപോയി അതേപടി ഷെൽഫിൽ വെച്ച് പൂട്ടുകയും ചെയ്തു. പിന്നെ ഞാൻ തുറന്നു പോലും നോക്കിയിട്ടില്ല. നിങ്ങളത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ തന്നെ അതെടുത്ത് കൊടുക്കുകയും ചെയ്തു. ചന്ദ്ര പറയുന്ന നുണ കേട്ട് ചാടിയും കഴിഞ്ഞിട്ട് അമ്മ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട, എൻ്റെ ചോദ്യത്തിന് മറുപടി തന്നേ പറ്റുമെന്ന് പറഞ്ഞു സച്ചി. ചോദ്യം ചോദിക്കേണ്ടത് നീയല്ല ഞാനാ. എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ ആദ്യം മറുപടി തരാനായിട്ട് ചന്ദ്ര പറയൂ കേട്ടോ. ശപഥം ചെയ്ത് ഇവൾ എനിക്ക് ഊരി തന്നത് സ്വർണ്ണാഭരണങ്ങളായിരുന്നോ അതോ ഗോൾഡ് കവറിങ് ആഭരണങ്ങളായിരുന്നോ എന്ന് ചന്ദ്ര രേവതിയോട് ചോദിക്കുക. ഇത് കേട്ടപ്പോഴത്തേക്കും സച്ചിയുടെ രക്തം തിളച്ചു. ഇപ്പോഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായത്. ഇവൾ എനിക്ക് തന്നത് ഗോൾഡ് കവറിങ് ആഭരണങ്ങളായിരുന്നു എന്ന്. അപ്പം ദേ അമ്മേ, ഞാൻ സ്വർണ്ണാഭരണങ്ങൾ തന്നെ അമ്മയ്ക്ക് നൽകിയത് അനാവശ്യം പറയുന്നു പറഞ്ഞു. അപ്പം ഞങ്ങൾ രേവതി മോൾക്ക് മേടിച്ചു കൊടുത്തത് സ്വർണ്ണാഭരണങ്ങൾ തന്നെയാണെന്നും പിന്നെ എങ്ങനെ അത് തിരിച്ചു വരുമ്പോൾ ഗോൾഡ് കവറിങ് ആഭരണങ്ങളാകും എന്ന് അച്ഛൻ ചന്ദ്രയോട് ചോദിക്കുമ്പം ദേ ഇവൾ എന്നെ ആഭരണങ്ങൾ ഏൽപ്പിച്ചത് ഈ അടുത്ത കാലത്തല്ലേ, അതുവരെ ആഭരണങ്ങളൊക്കെ ഇവളുടെ കയ്യിൽ തന്നെ ആയിരുന്നില്ലേ എന്ന് സച്ചിയുടെയും രേവതിയുടെയും തലയിൽ പഴിച്ചുകൊണ്ട് ഈ പുള്ളിക്കാരി പറയാം. ദേ ഇവളുടെ അമ്മ വീട്ടിൽ കൂടെ പോകുന്നുണ്ടല്ലോ, അവരുടെ എന്തെങ്കിലും ആവശ്യത്തിന് സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് കാണുമായിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ പഴിക്കുന്നു. പിന്നെ അവരത് വിൽക്കുകയും ചെയ്തു കാണും. പകരം അതുപോലെയുള്ള ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്തു. അതാണ് ഇവൾ എനിക്ക് എടുത്തു തന്നത് അല്ലേടി എന്ന് ചോദിക്കുമ്പം ദേ അമ്മേ, അതിൻ്റെ ആവശ്യം എനിക്കോ എൻ്റെ അമ്മയ്ക്കോ ഇല്ല എന്നും ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്നവരാണെന്നും രേവതി പറയൂ കേട്ടോ. അല്ലാതെ കള്ളത്തരം കാണിച്ച് ജീവിക്കുന്നവരൊന്നും അല്ല എന്നും പറഞ്ഞു. ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണ് ഏട്ടത്തിക്ക് അറിയാമായിരുന്നെങ്കിൽ ഏട്ടത്തി അത് വിൽക്കാനായിട്ട് ജ്വല്ലറി പോകുമെന്ന് ശ്രീകാന്ത് ചോദിച്ചു. അത് ശരിയാ, ഒരിക്കലും പോകുമായിരുന്നില്ല എന്ന് വർഷ പറഞ്ഞു. അവിടെ പെട്ടു. ചന്ദ്ര രേവതിയെ കളിയാക്കാൻ നോക്കിയതാ. പക്ഷേ അവരേതായാലും രേവതിക്ക് രക്ഷകയായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുവാണ് ഇടയ്ക്ക്. ഒരു പക്ഷേ സച്ചി വഴക്ക് പറയുമെന്ന് പേടിച്ച് രേവതി പറയാതിരുന്നതാണെങ്കിലോ എന്ന് ശ്രുതിയുടെ ചാടി കയറി ചോദ്യം. ശ്രുതി, എല്ലാം അറിയാവുന്നത് പോലെ നീ പറയാൻ നിൽക്കരുത് കേട്ടോ. ഇത്രയും നാടകങ്ങൾ നീ കളിക്കുമായിരിക്കും, എനിക്കത് ശീലമില്ലാന്ന് രേവതി പറയുമ്പം നീ സച്ചിക്ക് കാറ് വാങ്ങിച്ചു കൊടുത്തില്ലേ? മാല കെട്ടിയാൽ അതിന് മാത്രം കാശ് കിട്ടുമെന്ന് ഞാനും ചിന്തിച്ചിരുന്നു എന്ന് ശ്രുതി അന്നേരം അവിടെ വെച്ച് പറയുക. ഇവരുടെ വരുമാനത്തിൻ്റെ കണക്കെന്താടി നിന്നെ കാണിക്കണമെന്ന് സച്ചി അന്നേരം ശ്രുതിയോട് ചോദിച്ചു. അധ്വാനിച്ചുണ്ടാക്കിയ കാശുകൊണ്ട് എൻ്റെ ഭാര്യ എനിക്ക് കാറ് വാങ്ങിച്ച് തന്നതാണെന്ന് സച്ചി പറയുവാണ്. സ്വർണ്ണാഭരണങ്ങൾ വിൽക്കേണ്ട കാര്യമൊന്നും അവൾക്കില്ലാന്നും പറഞ്ഞു. ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. ശ്രുതി ഇങ്ങനെ കുറുക്കനായിട്ട് തലയും താഴ്ത്തി ഇങ്ങനെ നിൽക്കുക. കള്ളത്തരം കാണിക്കുന്നില്ല. ബിരുദം നേടിയ ഒരുത്തൻ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ കിട്ടുന്നതൊക്കെ എടുത്ത് ഓടിപ്പോകുന്നവൻ അവനെ പോലെ അല്ല ഇവിടെയുള്ള ബാക്കിയുള്ളവർ. അത് നിനക്ക് ഓർമ്മ വേണമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയുമ്പോഴും അല്ല നിങ്ങളുടെ ഈ വിഷയത്തിന് ഒന്നും അറിയാത്ത എന്നെ എന്തിനാണ് വലിച്ചഴിക്കുന്നത്? നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ സോൾവ് ചെയ്യുക. അത് പിന്നെ എനിക്ക് വേറെ ജോലിയുണ്ട്, സമയമായി, എനിക്കാണെങ്കിൽ ഷോറൂമിലും പോകണം, കസ്റ്റമേഴ്സ് വരണ്ട, സമയമായെന്നും പറഞ്ഞുകൊണ്ട് സുതി ഒഴിഞ്ഞു മാറുമ്പോൾ നിൽക്കട അവിടെ എന്ന് പറഞ്ഞ് സച്ചി അവനെ പിടിച്ച് നിർത്തി. ഞങ്ങളുടെ സ്വർണ്ണം ആര് മാറ്റിയെന്നറിയാതെ ഒരാളും ഇവിടുന്ന് പുറത്ത് പോകില്ല എന്ന് സച്ചി പറയുക. അച്ഛാ ഇവനെന്തേ കാണിക്കുന്നത്? എനിക്ക് ഷോറൂം തുറക്കണം, ടൈമായി എന്നും പറഞ്ഞുകൊണ്ട് സുതി പറയുമ്പം നീ കട തുറക്കണ്ട, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നീ ഇന്ന് തുറന്നാൽ മതിയെന്ന് അച്ഛൻ സുതിയോട് പറയുക.
അപ്പോൾ ഉത്തരം കിട്ടിയില്ലേ? ഇവൾ എനിക്ക് തന്നത് ഗോൾഡ് കവറിങ് ആഭരണങ്ങളായിരുന്നു എന്ന്. അന്നേരം അമ്മേ വേണ്ട, വെറുതെ അനാവശ്യം പറയാൻ നിൽക്കരുതെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ വീട്ടുകാരും അങ്ങനെ ചെയ്യില്ലെന്നല്ലേ നിങ്ങളോട് പറഞ്ഞതെന്ന് രേവതി ചന്ദ്രയോട് ചോദിക്കുമ്പം ചിലപ്പോൾ നീ പോലും അറിയാതെ നിന്റെ വീട്ടുകാർ സ്വർണം മാറ്റി കാണും എന്ന് ചന്ദ്ര പറയുക. അന്നേരം അമ്മേ, ഞങ്ങൾ പാവങ്ങളാ, ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നവരാ. അങ്ങനെ ജീവിക്കാനാണ് എൻ്റെ അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചത്, അല്ലാതെ ഇല്ലാക്കഥ പറഞ്ഞുണ്ടാക്കി ഞങ്ങളെ വെറുതെ അപമാനിക്കാൻ നിൽക്കരുതെന്ന് രേവതി പറയണു. അച്ഛൻ പഠിപ്പിച്ചതുപോലെ നീ ജീവിക്കുന്നു, നിന്റെ അമ്മയെയും അനിയത്തിയെയും വിടാം. നിന്റെ വീട്ടിലൊരു കള്ളനുണ്ടല്ലോ ഇല്ലേ, അവൻ ചെയ്തതായിരിക്കും ഇതെന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ അങ്ങനെ മാനസികമായി തകർക്കാൻ നോക്കുക ചന്ദ്ര. അപ്പോൾ രേവതി നോക്കിയപ്പോൾ എന്താടി നീ നോക്കുന്നതെന്ന് ചന്ദ്ര ചോദിച്ചു. മോഷണ കുറ്റത്തിന് അവനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതല്ലേടി. അവൻ നിന്റെ ആഭരണങ്ങൾ മോഷ്ടിച്ച് പകരം അതേപോലെയുള്ള ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ കൊണ്ടുവച്ചതായിരിക്കുമെന്ന് ചന്ദ്ര പറയുമ്പം അമ്മ എന്നും പറഞ്ഞ് രേവതി ഒരു വിളി വിളിച്ചു. ചന്ദ്രേ, ദേ മുൻപറിയാതെ പയ്യൻ അബദ്ധം പറ്റിയിട്ടുണ്ട്. പിന്നീട് അവൻ അത് ആവർത്തിച്ചിട്ടുമില്ല. അവൻ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാ. ദേ പാവം, അവൻ്റെ തലയിൽ വെറുതെ നീ കുറ്റാരോപിക്കാൻ നോക്കണ്ടെന്ന് രവിയേട്ടൻ പറഞ്ഞു. ആടുന്ന കാലും പാടുന്ന വായും വെറുതെ ഇരിക്കില്ല എന്ന് പറയാറില്ലേ, അതേപോലെ മോഷ്ടിക്കുന്നവൻ്റെ കൈയും വെറുതെ ഇരിക്കില്ല എന്ന് നമ്മുടെ ചന്ദ്ര അന്നേരത്തേനും ഇവരെ അങ്ങ് താഴ്ത്തി കെട്ടാൻ പറഞ്ഞു. അന്നേരം അച്ഛാ, അങ്ങനെ നോക്കിയാലേ ഓടുന്ന 2 കാലം ഇവിടെ ഉണ്ടല്ലോ അച്ഛാ. അച്ഛൻ്റെ പണം എടുത്ത് ഓടിപ്പോയൊരു കള്ളൻ ദാ ഇവൻ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അന്നേരം കയറി സംസാരിക്കുമ്പോൾ സച്ചി വേണ്ട, നിങ്ങളുടെ സ്വർണം എടുത്തതേ സുധിയാണെന്നല്ലേ നീ പറയാൻ വരുന്നത്? സുധിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നും ശ്രുതി ഇപ്പോൾ ഒരു ബിസിനസ്മാൻ ആണെന്നും ലക്ഷങ്ങളാണ് അവിടെ പ്രോഫിറ്റ് കിട്ടുന്നതെന്നും ശ്രുതി പറയുവാണ്. ഇത്തരം ചീപ്പ് പണികളൊന്നും ശ്രുതി ചെയ്യില്ല എന്ന് ശ്രുതി വലിയ ഡയലോഗ് ഇറക്കിയപ്പോൾ ശ്രുതി നിന്നിങ്ങനെ അളിഞ്ഞൊരു ചിരിയും ചിരിച്ച് നിൽക്കുക കേട്ടോ. ഇവളുടെ വീട്ടിൽ വെച്ച് തന്നെ ഈ ആഭരണങ്ങൾ മാറിയത് കള്ളത്തരം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടേ ഓരോന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുക 2 പേരും കൂടെ എന്ന് ചന്ദ്ര പറയുമ്പോൾ അമ്മേ, എൻ്റെ വീട്ടുകാരങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേന്ന് ചോദിച്ചു രേവതി. നിന്റെ വീട്ടുകാരങ്ങനെ ചെയ്യില്ല, അപ്പം സ്വർണം മാറ്റി ഗോൾഡ് കവറിങ് ആഭരണങ്ങളാക്കി വെച്ചത് ഞാനാണെന്നാണോ നീ പറയുന്നതെന്ന് ചന്ദ്ര ചോദിക്കുക കേട്ടോ. രവിയേട്ടാ, ഇവർ 2 പേരും ചേർന്ന് എന്നെ കള്ളിയാക്കാൻ നോക്കുവാണെന്ന് ചന്ദ്ര അന്നേരം പറഞ്ഞു. അന്നേരം സച്ചി, ദേ അച്ഛാ, ഞങ്ങൾ ആരെയും കള്ളിയാക്കാനോ കള്ളനാക്കാനോ അല്ല നോക്കുന്നത്. ആരാണത് ചെയ്തത് ഞങ്ങൾക്ക് അറിയണം, അത് അറിഞ്ഞേ പറ്റൂ എന്ന് സച്ചി തോറപ്പിച്ചങ്ങ് പറഞ്ഞു. അന്നേരം അറിയാനൊന്നുമില്ല, സ്വർണ്ണാഭരണങ്ങൾ മാറിയത് നിന്റെ ഭാര്യയുടെ വീട്ടിൽ വെച്ച് തന്നെയാണെന്നും പറഞ്ഞ് ചന്ദ്ര ആവർത്തിക്കുമ്പം അമ്മ നിർത്തിക്കോളാൻ പറഞ്ഞു രേവതി ചന്ദ്രയോട്. എൻ്റെ വീട്ടുകാരെ ഇങ്ങനെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്, മോഷ്ടിച്ച് ജീവിക്കുന്നവരല്ല എൻ്റെ വീട്ടുകാർ. വായി തോന്നിയത് വിളിച്ചു പറയാൻ നിൽക്കരുത്, സൂക്ഷിച്ച് നിങ്ങൾ സംസാരിക്കണമെന്ന് ചന്ദ്രയോട് രേവതി അന്നേരം പറഞ്ഞു. അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നും അതെ, എൻ്റെ അമ്മ വാങ്ങിച്ച സ്വർണം എങ്ങനെ ഗോൾഡ് കവറിങ് ആഭരണങ്ങളായെന്ന് സ്വർണം സൂക്ഷിച്ച് നീ തന്നെ പറയണമെന്ന് രവിയേട്ടൻ ചന്ദ്രയോട് പറയുമ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് മാറിയതായിരിക്കും ചന്ദ്ര. ചന്ദ്ര എന്ന് പറഞ്ഞിട്ട് രവിയേട്ടൻ അങ്ങ് ചെന്നു. നിർത്തിക്കോ നീ, വേണ്ട, എന്തും ഞാൻ സഹിക്കും, എൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞ് ഞാൻ സഹിക്കില്ല എന്നും പറഞ്ഞു. നീ ഇനി ഇത് ആവർത്തിച്ചാലേ ഞാൻ മനുഷ്യനല്ലാണ്ടാവും, പറഞ്ഞില്ല എന്ന് വേണ്ട എന്ന് രവിയേട്ടൻ ചന്ദ്രയോട് പറഞ്ഞു. സകല അടവും പയറ്റി ചന്ദ്ര, പക്ഷെ ഫലം കാണുന്നില്ല. പേരും കള്ളൻ നിലത്തോട്ടും കുത്തി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അങ്കിളെ, ആൻറ്റി ലോജിക്കില്ലാതെ എന്തൊക്കെയോ പറയുക, നമുക്ക് പോലീസിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്താലോ, പോലീസ് വന്ന് അന്വേഷിക്കട്ടെ എന്ന് വർഷ പറഞ്ഞു. വർഷ കറക്റ്റ് സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞപ്പം ഇപ്പോൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാനോ അതൊന്നും വേണ്ട എന്ന് സുധി അന്നേരം പറയുക കേട്ടോ. അല്ല, അതിനെന്തിനാ സുധിയേട്ടൻ ടെൻഷൻ അടിക്കുന്നതെന്ന് ശ്രീകാന്ത് അന്നേരം ചോദിച്ചു. അത് അല്ല, പോലീസ് കംപ്ലൈൻറ്റ് ചെയ്താൽ ഇപ്പം ഇതൊക്കെ നാട്ടുകാരറിയത്തില്ലേ, ഇപ്പം പിന്നെ നമ്മുടെ ഫാമിലി വിഷയങ്ങൾ എന്തിനാ വെറുതെ നാട്ടുകാരെയൊക്കെ കൊണ്ടുവന്ന് അറിയിക്കുന്നേ, അതുകൊണ്ട് പറഞ്ഞതാണെന്ന് സുധി അന്നേരം പറഞ്ഞു. സച്ചിക്ക് അന്നേരത്തേനും ഡൗട്ട് അടിച്ചു. ചന്ദ്രമതി നിന്നങ്ങ് ടെൻഷൻ അടിക്കാനും തുടങ്ങി. അപ്പോൾ പോലീസിലൊന്നും പരാതി കൊടുക്കണ്ട, ഈ വീട്ടിലെ പ്രശ്നം എന്തിനാ നാട്ടുകാരെ അറിയിക്കുന്നത്, പിന്നെ എന്തിനാ വെറുതെ നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കുന്നതെന്ന് രവിയേട്ടൻ അങ്ങ് കയറി അങ്ങ് പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ നിൽക്കും. അപ്പോൾ പോലീസൊന്നും വേണ്ട, ഇത് ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് സച്ചി പറഞ്ഞു. ഞങ്ങളുടെ സ്വർണം മാറ്റിയത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാമെന്നും സച്ചി പറയുക. ഒരു 4-5 ദിവസം അതിനുള്ളിൽ ഇത് ചെയ്ത ആളെ കൊണ്ടുവന്നേ ഞാൻ അച്ഛൻ്റെ മുന്നിൽ നിർത്തിയിരിക്കും, അവർക്കുള്ള ശിക്ഷ ഞാൻ കൊടുത്തിരിക്കുമെന്നും സച്ചി പറയുക. എന്നിട്ട് സുധിയുടെ നേരെ ഒരു നോട്ടോ നോക്കി. സുധി കള്ളനെ പോലെ സൈഡിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കും, ആരുടെ മോന്തയ്ക്ക് പോലും നോക്കുന്നില്ല. ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് അങ്ങ് പോയി, രേവതി അവിടെ നിന്ന് അങ്ങ് പോയി.
സച്ചി രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് പോയി. തൽക്കാലം രക്ഷപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ സുധിയും ചന്ദ്രയും. എന്നിട്ട് ഒരു ചിരിയും ചിരിച്ചിങ്ങനെ നിൽക്കുന്നു. പോകാനിറങ്ങി ഞാൻ പറന്ന് മുറിയിലേക്ക് കയറി വന്നു. അമ്മയും പിന്നാലെ വന്നു. അമ്മയെ ഞാൻ പിടിക്കപ്പെടുമെന്ന് ഭയന്നായിരുന്നു, പക്ഷെ അമ്മ എന്നെ രക്ഷിച്ചു. കൈ കൊടുക്ക് അമ്മേ, കൈ കൊടുക്ക് എന്നും പറഞ്ഞ് നിൽക്കുക. തന്ത്രപൂർവ്വം സംസാരിച്ച് അമ്മ അവരെ തറ പറ്റിച്ചില്ലേ അമ്മേ, എൻ്റെ അമ്മ വേറെ ലെവലാ അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധി നിൽക്കുക. എന്തൊരു ബ്രില്യൻ്റ് എൻ്റെ അമ്മ, ശോ അമ്മ ഞാൻ സമ്മതിച്ചിരിക്കുന്നു അമ്മേ. അപ്പം കയ്യിന്ന് വിടാനാ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര വലിയ ഷോ കാണിക്കുക മോൻ്റെ മുന്നിൽ. ദേ നിന്ന് വേർക്കായിരുന്നടാ ഞാൻ, നിനക്കറിയാവോ, കയ്യും കാലും വിറച്ചിട്ട് പാടില്ലായിരുന്നു എനിക്കെന്നും പറഞ്ഞ് ചന്ദ്ര പറയുക. ചന്ദ്ര അവിടെ അങ്ങ് ഇരുന്നു. എങ്ങാനും പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ. ദേ അമ്മ ചുമ്മാ പറയില്ലേ, വീട്ടിൽ ആദ്യമായിട്ടാണോ ഇങ്ങനെ എന്നെ വിചാരണ ചെയ്യാനിടുന്നത്? ഇതല്ല ഇതിനപ്പുറവും ചാടി കടന്നവളാണ് ഈ ചന്ദ്രമതി അമ്മ, എൻ്റെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ ഇരിക്കുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നു. ഇവൻ്റെ കൈയൊക്കെ പിടിച്ച് തട്ടി മാറ്റി ഇങ്ങനെ ഇരിക്കുമ്പം, അമ്മേ എന്തായാലും എല്ലാം കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് പേടിക്കാനൊന്നും ഇല്ല അമ്മേ. പിന്നെ സമാധാനമായില്ലേ? അവർക്ക് നമ്മൾ സംശയമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം സംശയമൊന്നുമില്ല. അവരുടെ എല്ലാ സംശയം എൻ്റെ അമ്മ തീർത്ത് കൊടുത്തില്ലേ എന്നും പറഞ്ഞിരിക്കുമ്പോൾ ചന്ദ്രയ്ക്ക് കലി വരിക. ഇവനിരുന്ന് ചിരിയോ ചിരി. അല്ലേ അമ്മയെന്നും ചോദിച്ചു. എടാ നീ ഡിഗ്രിയൊക്കെ പഠിച്ച് പരീക്ഷ എഴുതി കിട്ടിയത് തന്നെയാണോടാ എന്ന് ചോദിച്ചു. അല്ല കോപ്പി അടിച്ച് നേടിയതാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് സുധി ചോദിക്കുക. നീ എന്തൊരു മണ്ടനാടാ, നിന്നെപ്പോലൊരു വിവരം കെട്ടവനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നും ചന്ദ്രമോഹനോട് പറയുവാണ്. അവർക്ക് നമ്മളെ സംശയമില്ലാത്രേ. ഓ എടാ ഞാൻ പറഞ്ഞതൊന്നും സച്ചി വിശ്വസിച്ചിട്ടില്ല. ഇപ്പം അവന് നമ്മുടെ മേലുള്ള സംശയം കൂടിയിട്ടേ ഉള്ളൂ. അവൻ അന്വേഷിക്കും, കണ്ടുപിടിക്കുകയും ചെയ്യും. തെളിവായിട്ട് അവൻ വന്നു കഴിയുമ്പോൾ അവൻ എന്നെ പെടാപ്പാട് പെടുത്തുന്ന നീ ഒറ്റ ഒരുത്തൻ കണ്ടുകൊണ്ട് നിൽക്കോടാന്ന് പറഞ്ഞു. നീ കാരണം ഞാൻ എന്തൊക്കെ അനുഭവിച്ചിടാന്ന് ചോദിച്ചു. എന്നിട്ടും പഠിച്ചില്ലല്ലോ, ഇത്രയും വയസ്സായിട്ടും എനിക്കൊരു സമാധാനം നീ തരുന്നില്ലല്ലോടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകൾ. എൻ്റെ ദൈവമേ ഏത് സമയത്താ ഈ കൂഷ്മോണ്ടത്തെ ഞാൻ പ്രസവിച്ചതെന്ന് ചോദിച്ചിരിക്കുമ്പം ഒരു നട്ടപ്പാതിരയ്ക്ക് എന്നെ പ്രസവിച്ചതെന്ന് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുമല്ലോ, പിന്നെ എന്തിനാ ഇപ്പോൾ ദൈവത്തിനുള്ള സമയമൊക്കെ ചോദിക്കുന്നതെന്ന് സുധി ചോദിക്കുക. ഓ നാശം എന്നും പറഞ്ഞിരിക്കുക. നീ നിർത്തിക്കോ, നീ പൊയ്ക്കോ എൻ്റെ മുന്നിൽ നിന്ന്, ഇതുവരെ ഞാനിതുവരെ ഭയന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അമ്മ കിടന്ന് വെപ്രാളം കൂട്ടുമ്പോൾ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് സങ്കടമാകുന്നു മോൻ. സങ്കടം സുധി, നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. സച്ചി പോലീസുകാരനെ പോലെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അവൻ സത്യം കണ്ടെത്തുക തന്നെ ചെയ്യും. നീ നോക്കിക്കോ, സ്വർണം മാറ്റാതെ ആരാണെന്ന് കണ്ടെത്താതെ അവൻ അടങ്ങില്ല. അതിനു മുൻപേ ഒറിജിനൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. നീയാണ് വാങ്ങി വെച്ചതെന്ന് ആരും അറിയരുതെന്നും ചന്ദ്ര പറയൂ കേട്ടോ. ഞാനത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളാം എന്ന് പറയുമ്പം അപ്പം അമ്മേ അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് സുധി ചോദിക്കുക. അപ്പോൾ ആവശ്യം ഉണ്ടെന്ന് ചന്ദ്ര പറയുകയും ചെയ്തു. അവൻ 5 ലക്ഷം രൂപ മുടക്കാൻ വയ്യ. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കണമെങ്കിൽ 5 ലക്ഷത്തിന് മുകളിൽ വേണ്ടി വരില്ലേ എന്ന് സുധി ചോദിച്ചു. എൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ല അമ്മേ. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എവിടെ നിന്നെങ്കിലും കാശ് സംഘടിപ്പിച്ച് സ്വർണം വാങ്ങിച്ചുകൊണ്ട് വന്നേ പറ്റുമെന്ന് ചന്ദ്ര പറയുമ്പോൾ 5 ലക്ഷം ഞാൻ എവിടെ നിന്നാണെന്ന് ചോദിച്ചു. സച്ചിയും രേവതിയും വെറുതെ ഇരിക്കില്ല. അവർ ചില്ലറക്കാരല്ലാന്ന് നീ ഓർത്തോ. അവർ അന്വേഷിച്ച തെളിവ് സഹിതം സത്യങ്ങൾ കണ്ടെത്തുന്നതിന് മുൻപേ നീ സ്വർണം വാങ്ങിച്ചിരിക്കണമെന്നും ചന്ദ്രമതി പറയുക. ഞാനെങ്ങനെ വാങ്ങാനാണെന്ന് ചോദിക്കുമ്പം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല സുധി, നീ മനസ്സിലാക്കിക്കൊള്ളാൻ പറഞ്ഞു. ഒരു കുറ്റവാളിയെ പോലെ എല്ലാവർക്കും മുന്നിൽ തല കുനിച്ച് നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്നും ചന്ദ്ര മോനോട് പറഞ്ഞിട്ട് അങ്ങ് പോയി. മോൻ ഇനി 5 ലക്ഷം എവിടെ നിന്ന് ഉണ്ടാക്കുമെന്ന് ഓർത്ത് നിൽക്കുന്നിടത്ത് അന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.